നമസ്കാരം. പഴയ വാഹനങ്ങൾ സ്വമേധയാ പൊളിച്ചുമാറ്റി പുതിയത് വാങ്ങുന്ന വാഹന ഉടമകൾക്ക് 15% നികുതി ഇളവ് നൽകാൻ മഹാരാഷ്ട്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനമായത്. രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പേജ് ഫെസിലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത 8 വർഷത്തിനുള്ളിൽ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് വാഹന ഉടമകൾക്ക് 10% നികുതി ഇളവ് ലഭിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 15 വർഷത്തിനുള്ളിൽ സ്ക്രാപ്പ് ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും ഇതേ ആനുകൂല്യം ബാധകമാണ്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ലംസം നികുതിക്ക് വിധേയമായ ട്രാൻസ്പോർട്ട് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 15% നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ വാർഷിക നികുതിക്ക് വിധേയമായ വാഹനങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ 8 വർഷത്തേക്ക് 15% ഇളവും, രജിസ്റ്റേർഡ് തീയതി മുതൽ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 15 വർഷത്തേക്ക് 15% ഇളവും ലഭിക്കും. ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ അടുത്ത 8 വർഷത്തേക്ക് വാർഷിക നികുതിക്ക് വിധേയമായ വാഹനങ്ങൾക്കും അടുത്ത 15 വർഷത്തേക്ക് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 15% വാർഷിക നികുതി ഇളവ് ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. RVSFൽ വാഹനം സ്ക്രാപ്പ് ചെയ്തതിനു ശേഷം ഉടമയ്ക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് നികുതി ഇളവിന് 2 വർഷത്തേക്ക് സാധുതയുള്ളതായിരിക്കും. നികുതി ഇളവിന് യോഗ്യത നേടുന്നതിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 3 വർഷത്തിനുള്ളിൽ വാഹനം സ്വമേധയാ സ്ക്രാപ്പ് ചെയ്യണം. വാങ്ങിയതിനു ശേഷം ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ പോലുള്ള അതേ തരത്തിലുള്ള പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഇളവ് ബാധകമാണ്. വാഹന ഉടമകളെ പഴയ വാഹനങ്ങൾക്ക് പകരം പുതിയതും കൂടുതൽ പരിസ്ഥിതി സൗഹൃദവുമായ മോഡലുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് മലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിരമായ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നയം. സംസ്ഥാനത്ത് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ നികുതിയിൽ 50% വർധനവ് വരുത്തിയ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഞെട്ടലായിരുന്നു പല വാഹന പ്രേമികളും വാഹന ഉടമകളുമെല്ലാം. പഴയ മഹീന്ദ്ര ജീപ്പുകൾ ഉൾപ്പെടെയുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചില വാഹന മോഡലുകളുടെ ഉടമകളും ഫാൻസുമാണ് സർക്കാർ നികുതി കുത്തനെ കൂട്ടിയ നീക്കത്തിൽ നടുങ്ങിയിട്ടുണ്ടായിരുന്നത്. നികുതി കൂട്ടിയത് മാത്രമല്ല, ഈ നടപടി ഇത്തരം വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്നതിനുള്ള നടപടികളുടെ മുന്നൊരുക്കമാണെന്ന റിപ്പോർട്ടുകളും പലരെയും ആശങ്കയിലാക്കിയിരുന്നു. പഴയ മഹീന്ദ്ര ജീപ്പുകൾ ഉൾപ്പെടെയുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചില വാഹന മോഡലുകൾക്ക് വൻ ഡിമാൻഡാണ് ഇന്ന് വാഹന വിപണിയിലുള്ളത്. നിർമ്മിച്ച വർഷമനുസരിച്ച് 2 മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ വിലയിലാണ് ഇപ്പോൾ നിർമ്മാണത്തിൽ ഇല്ലാത്ത ഇത്തരം വാഹനങ്ങൾ വിൽക്കുന്നത്. പലരും മോഹവില കൊടുത്താണ് ഇത്തരം വാഹനങ്ങൾ സ്വന്തമാക്കുന്നത്. പകുതിയിലധികം നികുതി വർദ്ധിപ്പിച്ചതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ കീശ കീറും എന്നത് ഉറപ്പാണ്. പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നികുതി വർദ്ധിപ്പിക്കുന്നതെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ വാങ്ങാൻ ഇനി പലരും മടിക്കും. അത് ഇത്തരം വാഹനങ്ങളുടെ യൂസ്ഡ് മാർക്കറ്റിലെ വിലയും ഇടിക്കുന്നതാണ്.